ഹലോ, നല്ല ചൂട് പൊട്ടും നല്ല അടിപൊളി ഒരു കടലക്കറിയും കഴിക്കാത്ത നമ്മൾ മലയാളികളിൽ വളരെ ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ. ഒരു പക്ഷേ ചിലപ്പോൾ ഒരാളും തന്നെ കാണില്ല. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് തേങ്ങ ഒന്നും അരയ്ക്കാതെ നല്ല ഗ്രേവിയോടുകൂടിയുള്ള കടലക്കറി ആട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 100 ഗ്രാം അളവിൽ കടല കുതിർത്തിട്ട് ഞാനിവിടെ ഉപ്പ് മാത്രം ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആദ്യം തന്നെ ഇതിൻ്റെ മസാലകളൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2 മീഡിയം സവാള ഇതുപോലെ സ്ലൈസാക്കി കട്ട് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ സവാള ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് ആകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരിത്തിരി ഉപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാളയിലേക്ക് ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചതാണ്, അതും പിന്നെ ഒരു 2-3 പച്ചമുളകും ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ തക്കാളിയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു 2 മീഡിയം സൈസുള്ള തക്കാളി വരെയൊക്കെ ഇടാം. ഞാനിപ്പോൾ ഒരു വലുതാട്ടോ ചേർത്തേക്കുന്നത്. അപ്പോൾ തക്കാളിയും ഇതിലേക്ക് കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ടിട്ട് വരണം. തക്കാളി നല്ലോണം വെന്ത് അതിൻ്റെ ആ ഒരു സവാളേനോട് ചേർന്നിട്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേജിലേക്ക് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അത് കഴിയുമ്പോഴാണ് നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർക്കുന്നത്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്. അപ്പോൾ മല്ലിപ്പൊടി കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് മുളകിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കേണ്ടത്. അപ്പോൾ കുറച്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ട്, കൂടാതെ ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരുടെ മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ആട്ടോ ചേർക്കുന്നത്. ഗരം മസാലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട പൊടികളൊക്കെ ഒന്ന് അതിൻ്റെ ആ ഒരു റോ സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തേക്കുക. വഴറ്റി അതവിടെ റെഡിയാവുന്ന സമയം കൊണ്ടിട്ട് നമ്മളുടെ കടലക്കറിയിലേക്ക് തേങ്ങ അരയ്ക്കാതെ എങ്ങനെ ഒരു തിക്കായിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മളിതാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ കടല വേവിച്ചത് എടുത്തിട്ട് ആ വേവിച്ച വെള്ളവും കൂടി ചേർത്ത് ഒന്ന് ജസ്റ്റ് ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. ആ ഒരു സമയം കൊണ്ട് നമ്മളുടെ മസാലയൊക്കെ ഇവിടെ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയം ബാക്കിയുള്ള കടലയും പിന്നെ നമ്മൾ കടല വേവിച്ച ആ വെള്ളത്തിൻ്റെ ബാക്കിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേവി ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ലൂസാക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ പേസ്റ്റ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ ആ ഒരു കടലയുടെ പേസ്റ്റും കൂടെ ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ നല്ല തിക്കാക്കി എടുക്കാം. അപ്പോൾ കടല ഇങ്ങനെ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ കറിക്ക് നല്ലൊരു കടലയുടെ ഒരു ടേസ്റ്റും കൂടുതലായിരിക്കും. അല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ അരച്ചും കൂടി ചേർക്കുമ്പോൾ ആ ഒരു കടലയുടെ ആ ഒരു ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു പ്രത്യേക ഒരു ഫ്ലേവറും ഒക്കെ കൂടിയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ കടലയുടെ ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല തിക്കാവും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു ഗ്രേവിയുടെ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിലേക്ക് കടല ഉപ്പിട്ടാണ് വേവിച്ചത്, അത് കൂടാതെ വേറെ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി നമ്മൾ ഈ കറി ഒന്ന് താളിക്കുകയാണ്. അപ്പോൾ കറി നമ്മൾ ആദ്യം ഒന്ന് താളിച്ചിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം കടുകിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്കാണ്, കടുകൊക്കെ വേണം നിർബന്ധമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കടുകും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ടിട്ട് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ കറിയൊക്കെ ഞാനിവിടെ ഇറക്കി വെച്ചിട്ട് താളിച്ചതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾ കടലയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും. തേങ്ങ ഒന്നും അരച്ചൊന്നും ബുദ്ധിമുട്ടണ്ട. ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നല്ല തിക്ക് ഗ്രേവിയോടുകൂടിയുള്ള കടലക്കറി റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ല അടിപൊളി വീഡിയോസായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.